Yes, let us start our class on stereochemistry of substituted biphenyls. And the stereochemistry of substituted biphenyls is also called Atropisomerism. And എന്താണ് ഒരു ബൈഫിനൈൽ എന്ന് വെച്ചാൽ? ബൈഫിനൈൽ എന്ന് വെച്ചാൽ നിങ്ങൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് ഒരു കോമ്പൗണ്ടാണ്, ഓർഗാനിക് കോമ്പൗണ്ട്. രണ്ട് ഫിനൈൽ ഗ്രൂപ്പുകൾ. ഇപ്പൊ ബെൻസിൻ റിംഗ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ബെൻസിൻ റിംഗ്. ഇങ്ങനെയാണെങ്കിനേക്കാൾ നല്ലത് ഇതാണ് ബെൻസിൻ റിങ്ങുകൾ അല്ലേ? ഇതൊരു ബെൻസിൻ റിംഗ് ആണ്, ഇത് വേറെ ബെൻസിൻ റിംഗ് ആണ്. ഇങ്ങനെ ഈ എ ബി ആൻഡ് സി ഇതില്ലെന്ന് വിചാരിച്ചു. ഈ രണ്ട് ഫിനൈൽ ഗ്രൂപ്പുകൾ എന്ന് വെച്ചാൽ ബെൻസിനിൽ C6H6 ആണ്. അപ്പോൾ 6 കാർബൺ ആറ്റംസ് 6 കോർണേഴ്സിലുണ്ടാവും. ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു കാർബണിലെ മാത്രം ഹൈഡ്രജൻ മാറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ കാർബണിലെ ഹൈഡ്രജനും മാറ്റി. അപ്പോൾ ഇവിടെ ഒരു വാലൻസി ഫ്രീ വന്നു. ആ വാലൻസികൾ ഇവിടെ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബെൻസിൻ റിങ്ങിൽ ബെൻസിന് C6H6, ഫിനൈലിന് C6H5. ഇങ്ങനെ രണ്ട് ഫിനൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഇവിടെ ഒരു ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കുക. സിംഗിൾ ബോണ്ട് വഴിയാണ്, ഒരു ലൈനുള്ള സിംഗിൾ ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കുക. ദിസ് ഈസ് ബൈഫിനൈൽ. ആൻഡ് യു നോ ബെൻസിൻ ഈസ് എ planar molecule. There are 6 carbon atoms in benzene, and these carbons are sp2 hybridized. So the bond angle between carbon to carbon and a carbon to hydrogen is 120 degree. കാർബൺ ആറ്റം ഇവിടെ ഉണ്ടെങ്കിൽ അത് വേറൊരു കാർബണായിട്ടും അനദർ കാർബണായിട്ടും ഒരു ഹൈഡ്രജനായിട്ടും അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ആംഗിളുകളൊക്കെ 120 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, so benzene carbon is sp2 hybridized. Benzene rings are planar. Now, two planar phenyl rings, phenyl groups, are connected by a single bond. So this is an sp2 bond actually. E carbon sp2 ആണ്. This carbon is also sp2, and a single bond is connecting and these two bonds. So it is an sp2 single bond. So two planar rings. These are the two planar rings. They are connected by a single bond. So this is a single bond, you see, and about the single bond, these phenyl groups can be rotated. ഡബിൾ ബോണ്ട് ആകുമ്പോഴാണ് റൊട്ടേറ്റ് ചെയ്യാൻ ഫ്രീ റൊട്ടേഷൻ ബുദ്ധിമുട്ടുള്ളൂ. സിംഗിൾ ബോണ്ട് ആണ് ഇവിടെ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ about the single bond, these two rings can undergo rotation. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. A biphenyl molecule consists of two phenyl rings joined together by a single bond. Okay, the bond connecting the two phenyl groups are sp2 bonding, because in phenyl groups are derived from benzene. Benzene C6H6, phenyl group C6H5. So each carbon is sp2 hybridized. Two such C6H5 groups, phenyl rings, they join together, connecting these two carbon atoms by a single bond, and so this single bond is called sp2 bonding. This bond is a pivotal bond. Pivot എന്നൊക്കെ വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു അതിനെ ആധാരമാക്കിയിട്ട് കിടന്നുകാണ്ട് കറങ്ങുക. ഒരു സെന്ററിൽ ഒരു ആക്സിസ് ഉണ്ടാവും, അതിനെ ആധാരമാക്കിയിട്ട് കിടന്നിങ്ങനെ അതിങ്ങനെ കറങ്ങുക. അപ്പോൾ ഒരു പിവറ്റൽ ബോണ്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു,
these two rings can undergo free rotation because it is a single bond. അപ്പോൾ ആ ബോണ്ടിന്, ആ സിംഗിൾ ബോണ്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഈ ബെൻസിൻ റിങ്ങുകൾക്ക്, ഫിനൈൽ റിങ്ങുകൾ, ബെൻസിൻ റിംഗ് എന്നല്ല പറയേണ്ടത്, ഫിനൈൽ റിങ്ങുകൾക്ക് ഫ്രീ റൊട്ടേഷൻ സാധിക്കും. പിന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർത്തോ ഹൈഡ്രജൻസ് ഇൻ അഡ്ജസന്റ് റിങ്സ് ഇൻ ദ പ്ലാനാർ കൺഫർമേഷൻ, ബെൻസിൻ റിംഗ് ആണല്ലോ ഇത്, അപ്പോൾ അത് പ്ലാനാർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പ്ലാനാർ കൺഫർമേഷനിൽ ഈസ് ഗ്രേറ്റർ ദെൻ ട്വൈസ് ദ വാൻഡർവാൾസ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജന്റെ വാൻഡർവാൾസ് റേഡിയസ് എന്ന് പറയുന്നത് 0.12 നാനോമീറ്റർ ആണ്. അങ്ങനെ 2 ഹൈഡ്രജൻ വരികയാണെങ്കിൽ 2 × 0.12 എന്ന് വെച്ചാൽ 0.24 നാനോമീറ്റർ വരും. 2 ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ തൊടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊട്ട് പോലെ നിൽക്കുന്നതാണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.24 നാനോമീറ്റർ ആണ്. അതായത് ഇപ്പോൾ ഈ കേസ് നോക്കുക, ഇത് 2 ബെൻസിൻ റിങ്ങുകളാണ് അല്ലേ, ഫിനൈൽ റിങ്ങുകളാണ്. ഇതിൽ ഇവിടെ ഇതൊരു ഹൈഡ്രജനാണെന്ന് വിചാരിക്കുക, ഇതും ഒരു ഹൈഡ്രജനാണെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ബോണ്ട് ഇതാണ്, ഇങ്ങനെയാണത് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇതാണ് സിംഗിൾ ബോണ്ട് വഴി ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്ട് ചെയ്തിട്ടുള്ള ബോണ്ടിന്റെ തൊട്ടപ്പുറത്തുള്ളത് ഓർത്തോ പൊസിഷൻ, ഇപ്പുറത്തുള്ളത് മെറ്റാ പൊസിഷൻ, ഇപ്പുറത്തുള്ളത് പാരാ പൊസിഷൻ. അതുപോലെ തന്നെ ഈ ബോണ്ടിന്റെ തൊട്ടിപ്പുറത്തുള്ളത് ഓർത്തോ പൊസിഷൻ, ഇത് മെറ്റാ പൊസിഷൻ, ഈ കാർബൺ, ഇത് പാരാ പൊസിഷൻ. അപ്പോൾ ഓർത്തോ മെറ്റാ പാര, ഇങ്ങോട്ടും ഓർത്തോ മെറ്റാ പാര. ഒരു റിങ്ങിലെ ഓർത്തോ മെറ്റാ പാര എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മറ്റേ റിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഇതാണുള്ള ബോണ്ട്, അപ്പോൾ ഇത് ഓർത്തോ ഡാഷ്, ഇത് മെറ്റാ, ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. വേറൊരു റിങ്ങിലെയാണ് ഈ ഓർത്തോ ഡാഷ്, ഇത് മെറ്റാ, ഇത് കാണിക്കാൻ വേണ്ടി മെറ്റാ ഡാഷ്, ഇവിടെ പാരാ ഡാഷ്, ഇതും അതുപോലെ ഓർത്തോ ഡാഷ് ആയിരിക്കും. കാരണം ഈ ബോണ്ടിന്റെ തൊട്ടപ്പുറത്തുള്ളതൊക്കെ ഓർത്തോ ആണ്, അപ്പോൾ ഇത് ഓർത്തോ ഡാഷ്, ഇത് തൊട്ടപ്പുറത്തുള്ളത് മെറ്റാ ഡാഷ്. അപ്പോൾ ഇത് ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക. ഇതാണ് ഓർത്തോ പൊസിഷനിലുള്ള 2 ഹൈഡ്രജൻ ആറ്റംസ് ആണെന്ന് വിചാരിക്കുക. ഇത് പ്ലാനാർ കൺഫർമേഷൻ ആണ്. അപ്പോൾ ഇത് ഒരു ബ്രെഡ് പോലെ 6 മൂലയുള്ള ഒരു ബ്രെഡിന്റെ ഒരു പീസ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതും 6 മൂലയുള്ള ഒരു ബ്രെഡിന്റെ പീസ്. ഈ 2 പീസുകളും പ്ലാനാറായിട്ട് ഒരേ തലത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. ഒരേ തലത്തിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ 2 ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലുള്ള, ഇതാണ് ഓർത്തോ ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക, ഇതും ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓർത്തോ ഹൈഡ്രജനും ഹൈഡ്രജൻ ആറ്റാകുമ്പോൾ അതിനൊരു റേഡിയസ് ഉണ്ടാവും. ഈ റേഡിയസ് 0.12 ആണ്. പക്ഷേ ഈ ഓർത്തോ ഹൈഡ്രജനും തമ്മിലുള്ള അവിടെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.29 ആണ്. 0.29. ഹൈഡ്രജന്റെ റേഡിയസ്, 2 ഹൈഡ്രജന്റെ റേഡിയസ് എടുക്കുമ്പോൾ അത് 0.24 വരുന്നുള്ളൂ. അപ്പോൾ ഹൈഡ്രജന്റെ റേഡിയസ് ചെറുതാണ്, 0.24 ആണ്. ഇവിടെ 0.29 സ്പേസ് ഉണ്ട്. 0.29 സ്പേസ് ഉള്ളതിൽ 0.24 ഹൈഡ്രജന് നിൽക്കാൻ വേണ്ടു, 2 ഹൈഡ്രജന് നിൽക്കാൻ വേണ്ടു. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 0.05 അവിടെ കൂടുതലാണ്, ഇനിയും സ്ഥലം ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ ആറ്റവും ഈ ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ തൊട്ടുരുമി നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. ഇവർ തമ്മിൽ ടച്ച് ചെയ്യുന്ന പ്രശ്നം ഇല്ല. ഈ എയും ഈ ഓർത്തോ പൊസിഷനിൽ, മെറ്റാ പൊസിഷനിലുള്ള ഹൈഡ്രജൻ പിന്നെ ടച്ച് ചെയ്യുന്ന പ്രശ്നമേ വരുന്നില്ല, അത് അകലെ നിൽക്കുകയല്ലേ. പാരാ പൊസിഷനിലുള്ളതും ഇവിടെ ടച്ച് ചെയ്യുന്ന പ്രശ്നമേ വരുന്നില്ല, കാരണം അത് വളരെ അകലെയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് ഏറ്റവും അടുത്ത് വരുന്നത് ഓർത്തോ പൊസിഷനിൽ ആണ്. ഈ ഓർത്തോ പൊസിഷനിൽ വരുന്ന ഹൈഡ്രജൻ ആറ്റംസിന് ഹൈഡ്രജൻ വളരെ ചെറുതായതുകൊണ്ട് അതിന് സുഖമായിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്പേസിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിൻ്റെ ഉള്ളിൽ ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന് സുഗമമായിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വലിയ ഗ്രൂപ്പുകളിലൂടെ വരികയാണെങ്കിലോ, വലിയ ഗ്രൂപ്പുകൾ, ഹൈഡ്രജൻ ഒരു കുഞ്ഞനാണ്, ഒരു വലിയ ഗ്രൂപ്പുകൂടെ വരികയാണെങ്കിൽ
ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് ഇവിടെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര തമ്മിൽ ഇടികൂടും. എന്ന് വെച്ചാൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഡ്യൂ ടു ദ ബൾക്കി groups. There will be interaction between the bulky groups on the ortho position. ബൾക്കി ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ഒക്കെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൺ. അവിടെ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസും ഇല്ല. ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബൾക്കി ഗ്രൂപ്പ്സ് സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. അതിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് വരികയാണെങ്കിൽ എനർജി ഓഫ് ദ മോളിക്യൂൾ വിൽ ബി റേസ്ഡ്. മോളിക്യൂൾ വിൽ ബിക്കം അൺസ്റ്റേബിൾ. ആൻഡ് ടു അവോയ്ഡ് സച്ച് സർക്കിൾ മോളിക്യൂൾ ഒരിക്കലും അൺസ്റ്റേബിൾ ആവാനായിട്ട് ശ്രമിക്കില്ല, സ്റ്റേബിൾ ആവാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഈ തൊഴുത്തിക്കുത്ത് ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു റിങ് പ്ലാനാർ ആയിരിക്കും, മറ്റേ റിങ് പ്ലാനാർ ആയിരുന്നു, അത് പതുക്കെ തിരിയാൻ പറ്റുമെന്ന് പറഞ്ഞു, കാരണം ഇവിടെ പിവറ്റൽ ബോണ്ടാണ്. ഈ രണ്ടാമത്തെ റിങ് അത് തിരിഞ്ഞ് അത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. അപ്പൊ ഈ ഒരു റിങ് ഈ പൊസിഷനിലാണെങ്കിൽ മറ്റേ റിങ് നിൽക്കുന്നത് ഈ പൊസിഷനിലായിരിക്കും. നിങ്ങളത് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഒരു റിങ് മേശപ്പുറത്ത് ഇങ്ങനെ വയ്ക്കുക, മറ്റേ റിങ് മേശപ്പുറത്ത് വയ്ക്കാൻ പാടില്ല. മേശയെ കട്ട് ചെയ്തിട്ട് പകുതി ഭാഗം മുകളിലേക്കും പകുതി ഭാഗം അടിയിലേക്കായിട്ട് വെർട്ടിക്കലായിട്ട് നിർത്തുക. അങ്ങനെയായിരിക്കും ഈ രണ്ട് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഈ രണ്ട് ഫിനൈൽ റിങ്സ് അറ്റാച്ച് ചെയ്യുക. എപ്പോ? ഓർത്തോ പൊസിഷനിൽ ബൾക്കിയർ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ there will be much steric hindrance that will lower the stability of the molecule. So in order to reduce the interaction, steric interaction, the two phenyl rings are oriented perpendicular to each other. ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ റിങ് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത്. നേരത്തെ രണ്ടും ഒരേ പ്ലെയിനിലാണ് നിന്നിരുന്നത്. But due to the to avoid the steric hindrance and to make the molecule stable, the two phenyl rings are arranged perpendicular to each other like this. ഇതുപോലെയല്ല, ഇതുപോലെ ആയിരിക്കും. ആ കാര്യമൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? The distance between orthohydrogens and adjacent rings in the planar conformation is greater, 0.29 nanometer, then twice the van der Waals radius of രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഓർത്തോ പൊസിഷനിൽ വരില്ലോ, അതുകൊണ്ടാണ് 2 into that is it is 0.24 and this is 0.29, so there is much phase, so that the rotation about the pivotal bond is not impeded by steric factors. Rotation is free, steric factors അവിടെ ഇല്ല. So pivotal bondലുള്ള rotation is not impeded, is not restricted. അവിടെ സുഖമായിട്ട് കിടന്നു കണ്ടിട്ട് അവിടെ ഈ പിവറ്റൽ ബോണ്ടിൽ കിടന്ന് റൊട്ടേഷൻ പറ്റും. ഹൈഡ്രജൻസിന്റെ തോളും കൂടി അങ്ങനെ കൂട്ടിമുട്ടൊന്നുമില്ല. സുഖമായിട്ട് അവയ്ക്ക് കിടന്ന് അവിടെ ഈ രണ്ട് റിങ്ങുകൾക്ക് അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ പിവറ്റൽ ബോണ്ടിലുള്ള ഈ റൊട്ടേഷന് ഒരു തരത്തിലും അത് ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല. ഈസ് നോട്ട് ഇംപീഡഡ്, തടസ്സം ഉണ്ടാക്കുന്നില്ല. ഈസ് നോട്ട് ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നില്ല. സ്റ്റെറിക് ഫാക്ടേഴ്സ് കൊണ്ടുള്ള ഡിസ്റപ്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. സോ ദ തിങ് ഈസ് ദാറ്റ് when the two phenyl rings contain ortho substituents which are bulkier in size, then the two phenyl rings cannot be planar. They are arranged perpendicular to each other. But if hydrogens are present, the situation is different, because hydrogen atoms are very small, so that there is no steric hindrance. The two planar rings can undergo rotation. But when hydrogen atoms in the ortho positions are replaced by bulkier groups, then there will be steric hindrance, so that the two phenyl rings will be oriented perpendicular to each other. Okay. In the case of simple biphenyls, there will be free rotation about a carbon-carbon single bond. If there is bulkier groups in the ortho position, the free rotation is prevented.
due to steric effect. Consider the molecule below and its mirror image, provided that the groups A, B, and C are large enough to interfere mechanically, that is, to behave as obstacles. Obstacles എന്ന് വെച്ചാൽ തടസ്സങ്ങൾ, തടസ്സം. Then free rotation about the single bond is restricted. എന്താ പറയുന്നത്? ഈ ഓർത്തോ പൊസിഷൻ, ഇതാണല്ലോ ഓർത്തോ പൊസിഷൻ, ഇതാണ് ഓർത്തോ പൊസിഷൻ, ഇതാണ് ഇതിന്റെ ഓർത്തോ പൊസിഷൻ. ഇത് ഓർത്തോ തന്നെയാണ്, ഇത് ഓർത്തോ ആണ്. ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹൈഡ്രജൻ ഉണ്ടെന്നാണ്. ഒന്നും കാണിക്കാത്തവർക്കൊക്കെ ഹൈഡ്രജൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെയും ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടെ പക്ഷെ ഹൈഡ്രജൻ അല്ല, ബി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓർത്തോ പൊസിഷനിൽ ബൾക്കി ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഫ്രീ റൊട്ടേഷൻ ഈസ് പ്രിവെന്റഡ്. കാരണം ഇതിന്റെ തോളും ഇതിന്റെ തോളും തമ്മിൽ ഒരു ഫ്രീ റൊട്ടേഷൻ നടക്കുമ്പോൾ. അതുകൊണ്ട് ഇനി പറയാൻ പറഞ്ഞത്, കൺസിഡർ ദ മോളിക്യൂൾ ബിലോ ആൻഡ് ഇറ്റ്സ് മിറർ ഇമേജ്. ഈ മോളിക്യൂളും ഇതിന്റെ മിറർ ഇമേജ് ആണ് ഇത്. ഇത് ഞാനൊന്ന് ഇറേസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി തരാം. ഈ മോളിക്യൂളിന്റെ ഇതാണ്, ദിസ് ഈസ് മിറർ, ഇതാണ് മിറർ. ഇതിന്റെ മിറർ ഇമേജ് ആണ് ഇത്. അപ്പൊ ഇവിടെ എ ആൻഡ് സി ഗ്രൂപ്പ്സ് ആർ, ഇത് ഹൈഡ്രജൻ ആണല്ലോ, അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ ഹൈഡ്രജൻ ആണ്. ഈ മോളിക്യൂളിലെ എ ആൻഡ് ബി ആർ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇവിടെ ബി ഈസ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇവിടെ ഓൾറെഡി ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയില്ല, ഓൾറെഡി അതിൽ ഉള്ള സാധനമാണ്. അപ്പൊ ഇവിടെ എ ആൻഡ് ബി ആർ ബൾക്കിയർ ഗ്രൂപ്പ്സ്. അപ്പൊ ബൾക്കിയർ ഗ്രൂപ്പ്സ് ആകുമ്പോൾ എ ആൻഡ് ബി ആൻഡ് സി ആർ, എ ആൻഡ് സി ആർ large enough to interfere mechanically. Free rotation is not free here. There will be hindrances because these groups A and C, they behave as obstacles. തടസ്സം ആയിട്ട് അത് ബിഹേവ് ചെയ്യുന്നു. Thus free rotation about the single bond is rotated. അപ്പൊ ഇവിടെ നമ്മൾ ഒരു മോളിക്യൂൾ എടുത്തു, അതിന്റെ മിറർ ഇമേജ് ഇവിടെ എടുത്തു അല്ലേ? ഈ മോളിക്യൂളില് പറഞ്ഞത് ഇത് പ്ലാനാർ ആണ്, ഈ റിംഗ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. അതങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് പ്ലാനാർ ആണ്. ഇതിന് മിറർ ഇമേജ് ആകുമ്പോൾ ഇതാണല്ലോ ഇവിടെ മിറർ ഇമേജിൽ വരുന്നത്. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും, ഇത് പ്ലാനാർ ആയിട്ട് നിൽക്കും. അപ്പൊ ഈ രണ്ട് റിങ്ങുകൾ, ഒന്ന് പ്ലാനാർ ആണെങ്കിൽ മറ്റത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതാണ്, വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് വെർട്ടിക്കൽ ആണ്, കാരണം ഇത് ഇതിന്റെ മിറർ ഇമേജ് ആണ്. ഇതാണെങ്കിൽ പ്ലാനാർ ആണ്. ഓക്കെ. അപ്പൊ മോളിക്യൂൾ മൊത്തത്തിൽ ഇപ്പോ ഈ മോളിക്യൂളിന്റെ മിറർ ഇമേജ് ആണ് ഈ മോളിക്യൂൾ. ഈ രണ്ട് മിറർ ഇമേജസും തമ്മിൽ നിങ്ങൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് സൂപ്പർ ഇമ്പോസ്. കാരണം ഒന്ന് പ്ലാനാറും മറ്റേത് പെർപെൻഡിക്കുലറും ആണ്. ഇത് പെർപെൻഡിക്കുലറും ഇത് പ്ലാനാറും ആണ് ഇതിന്റെ. അപ്പൊ അതുകൊണ്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മോളിക്യൂൾ അസമെട്രിക് ആണ്. ഈ മോളിക്യൂൾ അസമെട്രിക് ആണ് ആസ് എ ഹോൾ. അല്ലാതെ ഒരു അസമെട്രിക് കാർബൺ ഉണ്ടായത് കൊണ്ടല്ല ഇത് അസമെട്രിക് ആയത്. ദ മോളിക്യൂൾ ആസ് എ ഹോൾ ഈസ് അസമെട്രിക്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അതിനെ പറയുക, എന്താ പറയുക, ഡിസമെട്രിക് മോളിക്യൂൾ എന്നാണ് പറയുക. ഡിസമെട്രിക് ഈസ് പ്രസന്റ് ഇൻ സച്ച് എ മോളിക്യൂൾ. സോ വെൻ എ ആൻഡ് സി ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ലാർജ് ഇനഫ്, then they cannot undergo free rotation. A and C acts as obstacles and free rotation about the single bond is restricted. This is the object and this is the mirror image of this. One phenyl ring is perpendicular to the other. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിനൈൽ റിങ് മറ്റേതിന് പെർപെൻഡിക്കുലർ ആണ്. Now two conditions. So these molecules are actually, they are dissymmetric molecule. കാരണം there is no asymmetric carbon in that, but the molecule as a whole is dissymmetric. ഒന്ന് പ്ലാനാർ ആണ്, മറ്റേത് വെർട്ടിക്കൽ ആണ്. മിറർ ഇമേജ് ആണെങ്കിൽ അങ്ങനെയാണ്. അവർ തമ്മിൽ ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് മോളിക്യൂൾ ആസ് എ ഹോൾ ഈസ് dissymmetric, and such molecules can show optical activity, and this type of optical activity, optical isomerism of biphenyl derivatives are അല്ലെങ്കിൽ ഡൈഫിനൈൽ ഡെറിവേറ്റീവ്സ്. ബൈഫിനൈലും ഡൈഫിനൈലും ഒന്നല്ല. ബൈഫിനൈൽ ഡെറിവേറ്റീവ്സിന്റെ ഈ ഐസോമറിസത്തിനാണ് നമ്മൾ അട്രോപ്പ് ഐസോമറിസം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ്
due to the dissymmetry in the molecule. ഇവിടെ നോക്കൂ, one phenyl ring is perpendicular to the other. This ring is perpendicular to this. അതുപോലെ ഈ റിങ്, ഏത് റിങ്, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ റിങ് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഈ അട്രോപൈസോമറിസം അല്ലെങ്കിൽ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബൈഫിനൈൽസിന്റെ ഒപ്റ്റിക്കൽ ഐസോമറിസം, അത് കാണിക്കാനായിട്ട് 2 conditions are necessary for diphenyl compounds to exhibit optical activity. എന്തൊക്കെയാണ്? Neither ring must have, neither എന്ന് വെച്ചാൽ നോ എന്നുള്ള അർത്ഥത്തിലാണ്, പിന്നെ വീണ്ടും നോ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. Neither ring must have a vertical plane of symmetry. ഒരു റിങ്ങിനും, ഈ റിങ്ങിനോ ഈ റിങ്ങിനോ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ളതിന് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. എന്താ കാരണം? ഇതാണ് ആ ലൈൻ പോകുന്നത്, പ്ലെയിൻ പോകുന്നത്. അത് ഈ മോളിക്കൂളിന് 2 ഈക്വൽ പാർട്സ് ആക്കുന്നു, ഒന്ന് അപ്പർ ഒന്ന് ലോവർ. ഈ അപ്പർ പാർട്ട് ഈസ് മിറർ ഇമേജ് ഓഫ് ദി ലോവർ പാർട്ട്. അപ്പൊ ഇതിന് എന്തുണ്ട്? ഇതിന് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് മോളിക്കൂളിനെ നമ്മൾ കുത്തി നിർത്തുകയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയും. ഇതിപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പൊ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല, ഇതിന് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല. ഇതിപ്പോ മോളിക്കൂളിൽ ഇങ്ങനെ നിലത്ത് കെടുത്തി വെച്ച പോലെയാണ്, ഇതിന് കുത്തി നിർത്തണ പോലെ ആയാൽ അത് വെർട്ടിക്കൽ പ്ലെയിൻ ആയി. അപ്പൊ ഇതിന് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഒരു റിങ്ങിനും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇതിന് ഈ റിങ്ങില് ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്, ഇത് കൂടെ നമ്മൾ ഒരു പ്ലെയിൻ വിചാരിച്ചു കഴിഞ്ഞാൽ cut into 2 equal halves so that this half is the exact mirror image of this half. അപ്പൊ ഇതിന് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇതിനും അതുപോലെ തന്നെയാണ്, ഇവിടെ ബി വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഒരു റിങ്ങിനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മോളിക്കൂൾ ഒരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുകയില്ല. ദിസ് മോളിക്യൂൾ ഹാസ് എ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി, സോ ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അതിൽ ഡി ഐസോമറും എൽ ഐസോമറും ഇല്ല, പ്ലസും മൈനസും ഇല്ല. പ്ലസും മൈനസും ഉണ്ടെങ്കിലാണ് അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേർതിരിക്കുന്നതിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുക. റിസോൾവബിൾ എപ്പോഴാണ് റിസോൾവബിൾ ആവുന്നത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുമ്പോഴാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ അത് നോട്ട് റിസോൾവബിൾ എന്ന് പറയും. ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, അതുകൊണ്ട് അത് നോട്ട് റിസോൾവബിൾ. 2 ഫോമുകൾ ഇതിൽ ഇല്ല എന്നർത്ഥം, ഒറ്റ ഫോം തന്നെ ഉള്ളൂ. പ്ലസും മൈനസ് എന്ന് പറയുന്ന 2 ഫോം ഇല്ല. ഈ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ഇവിടെ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല, ഇതിനും വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. ഇല്ലില്ല, ഇങ്ങനെ നോക്കിയാലും ഇല്ല, ഇങ്ങനെ നോക്കിയാലും ഇല്ല. വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇതിന് രണ്ടിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഹാസ് നോ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി, സോ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഡി ആൻഡ് എൽ ഫോംസ് ആർ ദർ. അപ്പൊ അതിന് വേർതിരിച്ചെടുക്കാം, റിസോൾവബിൾ ആണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുമ്പോൾ റിസോൾവബിൾ എന്ന് പറയും. അപ്പോ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 റിങ്ങുകളിൽ ഒരു റിങ്ങിനും വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാത്തതിന് കാരണം ഇതിന് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. അതുകൊണ്ട് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പിന്നെ അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ദ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇൻ ദ ഓർത്തോ പൊസിഷൻസ് മസ്റ്റ് ഹാവ് എ ലാർജർ സൈസ്. സബ്സ്റ്റിറ്റ്യൂവൻസിനെ ഓർത്തോ പൊസിഷൻ, ഈ റിങ് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത ഇതിനെയാണല്ലോ നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്, പിവറ്റൽ ബോണ്ട്, sp2 സിംഗിൾ ബോണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തുള്ള പൊസിഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് 2 എണ്ണമാണ് ഇതിൽ ഓർത്തോ. അപ്പൊ ഇതും ഓർത്തോ തന്നെയാണ്, അല്ലെങ്കിൽ ഓർത്തോ ഡാഷ് ആണ്. ഈ ഓർത്തോ പൊസിഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ സൈസ് ലാർജർ ആയിരിക്കണം. ലാർജർ ആയാൽ മാത്രമല്ലേ അവര് തമ്മിൽ സ്റ്റെയർ ഹിൻഡ്രൻസ് ഉണ്ടായിട്ട് ഇവന് ഈ റിങ് തിരിയുമ്പോൾ വട്ടത്തിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ COHും NOHും തമ്മിൽ കൂട്ടിമുട്ടുള്ളൂ. അപ്പോൾ ലാർജർ അപ്പോഴാണല്ലോ ഇത് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടും ഇത് ഹൊറിസോണ്ടൽ ആയിട്ടും ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴാണല്ലോ ഈ ഐസോമറിസം ഉണ്ടാവുന്നത്. ഐസോമറിസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ലാർജർ സൈസ് ഉണ്ടായിരിക്കണം. ആർക്ക്?
മെറ്റയിലും പാരയിലും ഉള്ളതിനല്ല, ഓർത്തോ പൊസിഷനിലുള്ളതിന്. The substituents in the ortho positions must have a larger size. Example, ഇത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്. 6,6 ഡൈനൈട്രോ ഡൈഫെനിക് ആസിഡ്. ഈ NO2 ഇല്ലെങ്കിൽ ഇത് COH ഉണ്ട്, ഇവിടെ COH ഉണ്ട്, അപ്പോൾ ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ്. 2 ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ ഡൈഫിനൈൽ കാർബോക്സിലിക് ആസിഡ് ആണ്. അതിനെ നമ്മൾ ഡൈഫെനിക് ആസിഡ് എന്ന് പറയും. 6,6 6 എന്ന് വെച്ചാൽ ഇതിപ്പോ 1 ആണ്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് 1, 2 ആണ്. ഇത് 1, ഇത് 2. അത് ഇവിടുന്ന് തന്നെയാണെങ്കിൽ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇത് നമുക്ക് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെ വേണമെങ്കിലും എണ്ണാം. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 6 ഡാഷ് എന്ന് പറയും. മറ്റേ റിംഗ് ആണല്ലോ. അങ്ങനെ 6 ഡാഷിൽ ആണ് COH ഗ്രൂപ്പുകൾ. NO2 ഗ്രൂപ്പ് അത് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ 1, 2, 3, 4 അല്ല 1, 2, 3, 4, 5, 6. 6ലാണ് നൈട്രോ. ഇവിടെ അതുപോലെ 6ലാണ് 1, 2, 3, 4, 5, 6. ഇതാണ് 1, ഇത് 1, ഇത് 2, 3, 4, 5, 6. അപ്പോൾ COH ഗ്രൂപ്പും 6 പൊസിഷനിലാണ്, NO2 ഗ്രൂപ്പും 6 പൊസിഷനിലാണ്. ഒന്നിന് 6 ആണെങ്കിൽ മറ്റേത് 6 ഡാഷ്. So this compound is resolvable. This is optically active because the ortho substituents are bulkier. So there is hindrance produced during the rotation of the 2 phenyl rings. The ortho substituents are larger enough, bulkier enough to restrict free rotation so that this compound can exhibit this atropisomerism. The bulkier the ortho substituents are, the higher is the energy barrier separating the enantiomers. And when it exceeds 80 to 100 kilojoules per mole, the isomers may be separable at room temperature. അതായത് ഈ ഓർത്തോ പൊസിഷനിലുള്ള ഗ്രൂപ്പുകൾ ഭയങ്കര സൈസുകളാണെങ്കിൽ, സൈസ് കൂടി വരുന്തോറും ഈ രണ്ട് ഫോമുകൾ അതിനുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഒബ്ജക്റ്റ്, മറ്റൊന്ന് മിറർ ഇമേജും. അവ തമ്മിലുള്ള എനർജി ഡിഫറൻസും കൂടിക്കൊണ്ടിരിക്കും. 80 to 100 കിലോ ജൂൾസ് എനർജി വ്യത്യാസം വരികയാണെങ്കിൽ അത് ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ, ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദി ലാർജർ ദ സൈസ്, ദ ലാർജർ വിൽ ബി ദ ഡിഫറൻസ് ഇൻ എനർജി. അപ്പോൾ ഇത്ര ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതിന് സുന്ദരമായിട്ട് 2 ഫോമായിട്ട് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്, ഈ എനർജിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, so this type of isomerism which owes its existence to restrict a rotation around a single bond known as atropisomerism, and the isomers are called atropisomers. They are actually torsional isomers about single bonds. Torsional strain സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ തിരിച്ചിലുകൊണ്ടുണ്ടാവുന്ന ഒരു ഐസോമെറിസം. അത് ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ, ഓർത്തോ പൊസിഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ ബൾക്കിയർ നേച്ചർ കൊണ്ടുണ്ടാവുന്ന ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവുന്ന ഒരു ടോർഷണൽ സ്ട്രെയിൻ കൊണ്ടുണ്ടാവുന്ന ഒരു ടോർഷണൽ ഐസോമെറിസം. ഓക്കെ.